ഇപ്പം നിലവിൽ ആ പോസ്റ്റ് ഇല്ല, അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത്രയും പബ്ലിക്കായിട്ട് ഇടാമെങ്കിൽ പിന്നെ എന്തിനാണ് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത്? അത്യാവശ്യം സകലമാന പേരും ആ പോസ്റ്റ് കണ്ട്. കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സജിനയുടെയും പൂക്കുട്ടിയുടെയും വിഷയം. അതായത് റസൂൽ പൂക്കുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലാണ്. അപ്പം സജിന കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 9 വീക്സ് പ്രഗ്നൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സജിന ഇതുവരെയും ഡിവോഴ്സ് ആയിട്ടില്ല ഫിറോസുമായിട്ട്. അങ്ങനെയാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇനി ലീഗലി ഡിവോഴ്സ് ആയോന്നും എനിക്കറിയത്തില്ല. ഇനിയിപ്പം ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താൻ പറ്റും. പക്ഷേ സജിന കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഒരു കോൺട്രവേഴ്സി നടക്കുന്ന സമയത്ത് വന്ന് പറഞ്ഞ കുറച്ച് ഡയലോഗുണ്ട്. ഞങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ ഇല്ല, ഞാൻ ഇനിയും വേറെ കല്യാണത്തിലോട്ട് നോക്കുന്നില്ല, പിന്നെ ഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തിയെ പറ്റിയിട്ട് ഒരുപാട് അനാവശ്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഇവർ വന്നിരുന്ന് പറഞ്ഞിട്ടാണ് യാതൊരുവിധ ഉളുപ്പുമില്ലാതെ ഇന്നലെ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റിനകത്ത് മാഷല്ലാ എന്നും പറഞ്ഞ് എഴുതിയിട്ട് 9 വീക്സ് എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം എഴുതിയിരിക്കുന്നത്, അതായത് പ്രഗ്നൻ്റ് ആണ് എന്നുള്ള രീതിയിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ സജിന മനഃപൂർവ്വം ആരെങ്കിലും ത്രെട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സാധനമാണോ? എനിക്ക് ഈ ഒരു വിഷയം തുടക്കം തൊട്ടേ അറിയാം. ഞാൻ പക്ഷേ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തതിന് വേറെ കുറച്ച് റീസൺസ് ഉണ്ട്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചത് എവിടം വരെ പോകും എന്നാണ് നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. ഈ സജിന കാരണം അഫക്റ്റഡ് ആയിട്ടുള്ള കുറേ പേരുടെ സൈഡൊക്കെ ഞാൻ കേട്ടതാണ്. അപ്പം സജിന മേ ബി എന്തെങ്കിലും ഇൻറ്റൻഷൻ കാരണമായിരിക്കാം ഇപ്പോൾ ഇങ്ങനൊരു പോസ്റ്റുമായിട്ട് വന്നത്. ഇപ്പം നിലവിൽ ആ പോസ്റ്റ് ഇല്ല, അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത്രയും പബ്ലിക്കായിട്ട് ഇടാമെങ്കിൽ പിന്നെ എന്തിനാണ് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത്? അത്യാവശ്യം സകലമാന പേരും ആ പോസ്റ്റ് കണ്ട്. ഇനി അത് ഡിലീറ്റ് ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ സജിന പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. വൈറൽ ഞാൻ മാത്രമല്ല, ഞാൻ കാരണം കുറേ പേരുണ്ട്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ലൈഫിലോട്ട് ഞാൻ ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോയാലും നാളൊരു കാലത്ത് പറയുമല്ലോ ഇന്നയാളെ കാരണമാണ് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ. എന്ത് മോശമാണ് കേട്ടല്ലോ, എന്ത് മോശമാണ്. അതാ ചോദിക്കുക, നിങ്ങൾക്ക് യാതൊരുവിധ ഉളുപ്പെന്ന് പറയുന്ന സാധനമില്ലേ? എനിക്ക് ഇവരുടെ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ആവാം, പ്രഗ്നൻ്റ് ആവാതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം എന്ന് വയ്ക്കാം. പക്ഷെ അത് പബ്ലിക്കിൽ ഇടുന്നതിൻ്റെ പേരിലാണ് നമ്മളൊക്കെ എടുത്ത് വെച്ച് ചർച്ച ചെയ്യുന്നത്. ഇവർക്ക് 2 മക്കളുണ്ട് അല്ലേ? ഈ പിള്ളേർ വളർന്ന് വരുന്ന സമയങ്ങളിൽ അവർക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അവർ പഠിക്കുന്ന സ്കൂളുകളിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പം ആ കുട്ടികളെ എന്തുമാത്രം ഇത് ബാധിക്കും? അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ? ഇതെന്തോ ശരിക്കും പറഞ്ഞാൽ ഇവർ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? അതേ കണക്ക് തന്നെ ഫിറോസ് ഖാൻ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എല്ലാവരും, ഞാൻ ആ മനുഷ്യനെ ഒരിക്കലും കുറ്റം പറയത്തില്ല. മേ ബി ഇവർ രണ്ടുപേരും തമ്മിൽ യോജിച്ച് പോകാൻ പറ്റാത്തതിൻ്റെ പേരിലായിരിക്കാം ഇവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയത്. പക്ഷേ ഇപ്പം കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്ക് ആ മനുഷ്യനെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ തോന്നത്തില്ല. ഫിറോസ് ഖാൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ടും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ഞാൻ ഫിറോസ് ഖാനെതിരെ വീഡിയോ ആയിട്ടുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ അയാളുടെ ഭാഗത്തിനായുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതേ കണക്ക് തന്നെ റസൂൽ പൂക്കുട്ടി, ഇയാൾക്ക് ഓൾറെഡി ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യയ്ക്ക് അങ്ങാണ്ട് സുഖമില്ലാതെ കണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യത്തിന് ഇപ്പം നിലവിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. റസൂൽ പൂക്കുട്ടിക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും മിണ്ടണ്ട. പുള്ളിക്കാരൻ പേടിച്ച് നിൽക്കുക. പുള്ളിക്കാരൻ ബേസിക്കലി എന്താണെന്ന് പറയുക, ഒരു വളരെ പാവമായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇപ്പം നീ ഇതിനെന്തെങ്കിലും ഇപ്പം തീരുമാനം ഉണ്ടാക്കില്ലെങ്കിൽ ഞാൻ ഇപ്പം കാണിച്ചു തരും, ഞാൻ ഇപ്പം എടുത്ത് വെച്ച് പോസ്റ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. ഞാൻ കൂടുതലായിട്ട് വിശദമായിട്ടൊന്നും പറയുന്നില്ല, പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ സംസാരിക്കാം. എന്തായാലും പൂക്കുട്ടി കുറച്ച് നാളുകൾക്ക് മുന്നേ പറഞ്ഞ കുറച്ച് ഡയലോഗ് ഒന്ന് കേൾക്കാം. അതായത് നിങ്ങൾക്ക് എന്താണോ ഭാരതത്തിൻ്റെ കൾച്ചറൽ എത്തോസ് എന്താണോ എന്ന ഒരു ബേസിക് വിദ്യാഭ്യാസം നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. എന്താണ് ആരൊക്കെയാണോ ഇങ്ങനെയുള്ള ഒരു അഭിപ്രായം പറയുന്നത്, ഞാൻ കാരണം നിങ്ങൾ പറയുന്നത്, അപ്പം നിങ്ങൾക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കല മാറ്റണം എന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ എന്താണ് ഇന്ത്യയുടെ ക്ലാസിക്കൽ ആർട്ട്? ഇന്ത്യയുടെ ക്ലാസിക്കൽ ആർട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സമയം കൊടുക്കണം കലാസ്വാദനത്തിന്. കഥകളി എടുത്തോ, ഭരതനാട്യം എടുത്തോ, ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എടുത്തോ, നിങ്ങൾ എഫേർട്ട് എടുത്ത് അതിൽ എൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കി എങ്കിലും ആസ്വാദനം വരുള്ളൂ. അപ്പോൾ അതില്ലാത്ത ഒരു ഇൻസ്റ്റാഗ്രാം ജനറേഷൻ, അതില്ലാത്ത ഒരു സോഷ്യൽ മീഡിയ ജനറേഷന് ക്ഷമയില്ലാതായി പോയത് കൊണ്ട് എൻ്റെ കുറ്റം കൊണ്ടല്ലല്ലോ, ഒരിക്കലും. നിങ്ങളുടെ ഷോർട്ട് ഫോൾ ആണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, പിള്ളേരെയൊക്കെ പറ്റി ഇത്രയും കൺസേൺ ഉള്ള വ്യക്തിയാണ് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്തോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഒരിക്കലും റീച്ച് എന്ന് പറയുന്നൊരു സാധനമല്ല. പബ്ലിക്കായിട്ട് ഇട്ടിട്ട് നാറ്റിക്കുക എന്ന് പറയുന്നൊരു ഇൻറ്റൻഷനാണ് ഇതിനകത്തുള്ളത്.
അത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വിഷയത്തിൽ ചുറ്റിനും നിന്ന ആൾക്കാർക്കും ഇത് പിടികിട്ടാൻ പറ്റും. ഇടയ്ക്ക് വെച്ച് സജിനയുടെ ഗർഭം വരെ വ്യാജമാണെന്നുള്ള രീതിയിൽ കുറച്ച് ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ സജിന അതിനെല്ലാം അങ്ങ് തിരുത്തിയിട്ട് അത് സത്യമാണെന്നുള്ള രീതിയിൽ അങ്ങ് പബ്ലിക്കിനെ അങ്ങ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഇൻറ്റൻഷനുണ്ട്, പറഞ്ഞില്ലേ? അതേ കണക്ക് തന്നെ സജിന കാർ എടുത്തതിൻ്റെ വിഷയത്തിൽ ആ ഇടയ്ക്ക് നിന്ന് ആ ഒരു ഡീലറിൻ്റെ വോയിസും പിന്നെ ആ ഫണ്ട് എവിടുന്ന് വന്നു, ഇതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുക, അല്ലാതെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളൊക്കെ കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നോക്കരുത്. തീർന്നിട്ടില്ല, സജിനയുടെ കുറേ ഡയലോഗുകളുണ്ട്. എനിക്ക് മുന്നോട്ടൊരു വേറൊരു മാർഗ്ഗമില്ല. കാരണം ആദ്യത്തെ ഒരു ലൈഫ് അങ്ങനായി, അതിനകത്തൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനായി, അതിനകത്തൊരു കൈക്കുഞ്ഞായി. എനിക്ക് എന്ത് ചെയ്യുമെന്നൊരു ഒരു ഒരു പിടുത്തവും ഇല്ല. ഇപ്പം മൂന്നാമത് നാണ്ട് ഇങ്ങനെയായി, മനസ്സിലായില്ലേ? ഇത്രയും ഡയലോഗ് എന്ന് പറഞ്ഞ വ്യക്തി, അതായത് ആദ്യത്തെ ബന്ധം ഇങ്ങനെയായി, രണ്ടാമത്തെ ബന്ധം അങ്ങനെയായി, മൂന്നാമത്തെ ഇങ്ങനെയായി. ഇത് നിങ്ങളാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വലിയ റീസൺസ്. നിങ്ങളുടെ ലൈഫ് സെറ്റായി പോകാത്തതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫ് മുന്നോട്ട് പോകത്തുള്ളൂ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എൻ്റെ മുന്നിലോട്ട് എന്താണെന്നുള്ളത് എനിക്കൊരു രംഗമില്ല. എൻ്റെ വീട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ആൾക്കാർ ഇനി രണ്ടാമതും ഇങ്ങനെ വരുമ്പം നമ്മളെക്കുറിച്ച് നമ്മൾ അന്നത്തെ ഒരു നാട്ടുമ്പുറ. അങ്ങനെയൊക്കെ ബോധം ഉണ്ടോ സജിനയ്ക്ക്? സജിനയ്ക്ക് അങ്ങനെ ബോധം ഉണ്ടെങ്കിൽ ഇപ്പം പബ്ലിക്കായിട്ട് ഇങ്ങനൊരു പോസ്റ്റ് ഇടുമോ? അങ്ങനെയൊക്കെ ചിന്തയുണ്ടെങ്കിൽ അയ്യോ അതുകൊണ്ട് അങ്ങനൊന്നും വന്ന് പറയല്ലേ. നാട്ടുകാരി പോലെ ആണല്ലോ. അപ്പം തീർച്ചയായിട്ടും നാട്ടുകാർ പറയണേ ഇനി അടുത്ത ലൈഫിലും എന്തെങ്കിലും ആയി എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പം ആൾക്കാർ പറയാൻ പോകുന്നത് എന്നെ ആയിരിക്കും. ഞാൻ എൻ്റെ കാരണം കാണാണ് രണ്ടാമതും ലൈഫ് ഇങ്ങനെ ആൾക്കാർ പറയും സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് സഹിച്ച് പിന്നെയും കുറേ ശ്രമിച്ചു. പിന്നെയും കാലുപിടുത്തവും കരച്ചിലും, പിന്നെയും പൊക്കുന്നു, പിന്നെയും കരയുന്നു, പിന്നെയും പുറകുന്നു. ശരിക്കൊന്നറിയോ, ഈ ഒരു സ്ത്രീ ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ റസൂൽ പൂക്കുട്ടിക്ക് ഒരു വൈഫുണ്ട്. പുള്ളിക്കാരത്തേക്ക് സുഖമില്ലാതെ അങ്ങോട്ട് കിടക്കുക എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ആ പുള്ളിക്കാരിയുടെ അവസ്ഥ ഒന്ന് ആലോചിക്ക്. ആ പുള്ളിക്കാരി ഇത് കാണുന്ന സമയത്ത് വീണ്ടും അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് കൂടുമല്ലേ, വീണ്ടും അവരെ മാനസികമായിട്ട് തളർത്തുന്ന പരിപാടികളല്ലേ ഈ ഇവരെല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇമാതിരി തെമ്മാടിത്തരത്തിനൊന്നും ഒരു മനുഷ്യരും പോയി സപ്പോർട്ട് ചെയ്യാനോ കൂട്ട് നിൽക്കാനോ ചെയ്യരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം, അത് ലീഗലി ചെയ്യുക, അന്ന് നിങ്ങളെല്ലാവരെയും അംഗീകരിക്കും. അല്ലാതെ ഈ എന്തോ പറയണ്ട ബാക്കിയുള്ളവരെ ത്രെട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തോ വേറെ വല്ലവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള രീതിയിൽ ജീവിതം വെച്ച് കളിക്കരുത്. ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ഒരു വലിയൊരു ബ്രേക്കപ്പ് ആവുന്നു. ഒരു 6 months ഞങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നു, പിന്നെ ഞങ്ങൾ പിന്നെ ഒരുമിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആയപ്പം എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ വർക്കിന് ഓക്കെ. പിള്ളേരുടെ പറ്റിയൊക്കെ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ പിള്ളേരുടെ നിലവിലെ അവസ്ഥ എന്താ? ഇപ്പം നിലവിൽ ആരുടെ കൂടെയാണെന്ന് എനിക്കറിയത്തില്ല. ഫിറോസിൻ്റെ കൂടെയാണോ അതോ സജിനയുടെ കൂടെയാണോ, ആരുടെ കൂടെ ആയിക്കോട്ടെ, ആ പിള്ളേർ അവരുടെ ഗ്രോയിങ് സ്റ്റേജാണ്. അവർ ഇതൊക്കെ കണ്ട് വേണം വളരാനായിട്ട്. നിങ്ങൾ കുറേ നാൾ കഴിയുമ്പം, പ്രായം ചെന്ന് കഴിയുമ്പം നിങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ചങ്ങ് ഒതുങ്ങിക്കൂടി വീട്ടിൽ ഇരിക്കുന്ന ഒരു സമയം വരും. അപ്പം പിള്ളേർ സമൂഹത്തിൻ്റെ മുന്നിൽ പിള്ളേരാണ് ഇതിനകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നത്. സ്വന്തം പേരൻസ് ചെയ്യുന്ന തെറ്റിന് മക്കളായിരിക്കും സമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെടുന്നത്, അല്ല വേറെ ആരുമല്ല. അതങ്ങനെയാണത്. വിൻഡോവിനകത്ത് വന്ന് പറഞ്ഞു, ഒരു ഇയറിനെ കുറിച്ച് പറഞ്ഞു എന്തോ ഞങ്ങൾ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് 2.5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2.5 വർഷമായിട്ടേ ഉള്ളൂ അത് ആ വീഡിയോ വന്നിട്ട്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോ ക്ലിപ്പും കൂടെ നിങ്ങൾ ദയവ് ചെയ്തിടണം. ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഞങ്ങൾ പിരിഞ്ഞ് ജീവിക്കുകയാണ്. ഞങ്ങളിപ്പം അത് പക്ഷേ പൂച്ചം സംസാരിക്കാൻ തുടങ്ങി, ആൾക്കാർ പറയാൻ തുടങ്ങി ഞങ്ങൾ ഡിവോഴ്സ് ആണെന്ന് പറയാൻ തുടങ്ങി. അത് വേറൊരു രീതിയിലോട്ട് ആവാതിരിക്കാൻ വേണ്ടി ഞാനിപ്പം മീഡിയയിൽ വന്ന് പറഞ്ഞു. ഞാനാണ് ആദ്യമായിട്ടൊരു മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത്. ഈ പറയുന്ന തെറ്റ് എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കോമൺ സെൻസ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ സമയത്ത് ഈ പറയുന്ന ആൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, തൊട്ടുപുറകെ ഇയാൾക്ക് അറിയാവുന്ന കാര്യമല്ലേ ഇയാൾ വെച്ചേക്കുമോ? ഇവർ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. 17 വയസ്സുള്ളൊരു കുട്ടിയായിട്ടൊക്കെ ഈ പറയുന്ന ഫിറോസ് ഖാൻ എങ്ങാണ്ട് മോശമായിട്ട് എന്തോ ഒരു കാര്യം എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാം പറയും അതായതെന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇവർ കാണിച്ച പ്രവൃത്തി മറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇവർ ബാക്കിയുള്ളവൻ്റെ തലയിലോട്ട് ഓരോ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിടുന്ന എന്തിനാണ്? ഫിറോസ് ഖാനുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയി, ഓക്കെ ഫൈൻ. പക്ഷേ
ഇല്ലാത്ത സാധനങ്ങളൊക്കെ ബാക്കിയുള്ളവൻ്റെ തലമണ്ടയിലോട്ട് അടിച്ചേൽപ്പിക്കുന്നതിനകത്തോട്ട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഈ വിഷയത്തിൽ ഒരു കാരണവശാലും ഫിറോസ് ഖാനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അയാളൊരു മനുഷ്യനല്ലടേ. അയാൾ ഇതൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്നുമില്ലെങ്കിലും അയാളുടെ വൈഫല്ലായിരുന്നു അവർ. അതിലൊരു കുട്ടിയില്ലേ. അപ്പോൾ ആ മനുഷ്യനല്ലേ സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ ഒരു കോമാളിയാകുന്നത്. ഇതെല്ലാം വന്ന് വിളിച്ച് പറയത്തില്ല ഇയാള്. എനിക്ക് അങ്ങനെ ഒരു സാധനം ആ പുള്ളി എനിക്കിനി തെളിയിക്കാൻ എനിക്ക് ആകെപ്പാടെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മെസ്സേജുകൾ മാത്രമേ ഉള്ളൂ. ഞാനും പുള്ളിയായിട്ട് നമ്മളിപ്പോൾ പൊങ്ങച്ചത്തോടെ പറയും ഈ പുള്ളിക്കാരനെ ഇത്ര വർഷമായിട്ട് എനിക്ക് പരിചയമാണ്, ഇത്ര വർഷമാണ്, അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഞാൻ 4 വർഷമോ 5 വർഷമോ 10 വർഷമോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. 10 വർഷമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അത് പിടിച്ചുകൊണ്ട് ആൾക്കാരുടെ അടുത്ത് പറയല്ലേ ദേവിയത്. ഇന്നത്തെ പറയുമ്പോൾ പേടിയാണ് സത്യം പറഞ്ഞാൽ. 4 വർഷത്തെ പരിചയം എന്ന് പറഞ്ഞു കാണുമായിരിക്കും. ആ സാധനം ഞാൻ തെളിവ് കാണിക്കാം. ഒറ്റ എന്നൊരു മൂവി സമയത്ത് ഞാൻ ഈ പറഞ്ഞ പുള്ളിയെ ഞാൻ പരിചയപ്പെടുന്നു. ആ സമയത്ത് അതിനകത്ത് ആ സിനിമയിൽ എൻ്റെ ഒരു കൂട്ടുകാരി പാടിയിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയുടെ ഒരു ഇതിനകത്ത് ഞാൻ പോയ സമയത്ത് ആ സമയത്ത് പുള്ളിക്കാരനെ ഒന്ന് കണ്ടിരുന്നു. ഞാൻ സാറെന്ന് പറഞ്ഞ് ഞാൻ നിന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ 2 പേരും കൂടെ നിന്ന് പുള്ളിക്കാരി പാട്ട് പറഞ്ഞ് ഞാൻ മിണ്ടിയിട്ട് പോലുമില്ല പുള്ളിക്കാരനടുത്ത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പം എന്നെ ആ ഒരു ക്യാരക്ടറിന്, അതായത് ലാസ്റ്റ് സ്കെഡ്യൂൾ ഒരു ആ സിനിമ കാണുന്നവർക്കറിയാം, അവസാന സീനിൽ ഞാനൊരു ഹെയർ ഹോസ്റ്റസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു അതായത് ഇൻഡിഗോയുടെ കള്ളം മാത്രമേ പറയത്തുള്ളൂ എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. എന്തായാലും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവരുടെ ഈ സാധനങ്ങളെല്ലാം കിടപ്പുണ്ടല്ലോ, ഈ വായും കൊണ്ട് പറഞ്ഞത് അത് ഇന്നും അവിടെ തന്നെ കിടക്കണം. ഇതിനകത്തുനിന്നുണ്ട് ഇവരുടെയൊക്കെ ഒരു റിയൽ ഫേസ് എന്താണ് എന്ന്. ഇനി ഫിറോസ് ഖാനെ പറ്റി പറയുന്നൊരു സാധനം ഞാൻ ഇവിടെ കേൾപ്പിക്കാം. റസൂൽ പൂക്കുട്ടിയെ അറിയത്തേ ഇല്ല, കണ്ടിട്ടേ ഇല്ല, ഒരു വട്ടം കണ്ടിട്ടേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ പ്രഗ്നൻ്റ് ആയതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞു പോകുന്നത് എനിക്ക് വയ്യ. അത് കഴിഞ്ഞിട്ടാണ് തീവ്രമായിട്ടാണ് ഓരോ കാര്യം, ഇവൻ്റെ കാര്യങ്ങൾ പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ ലൈഫിൽ നിന്ന് എഴുതിവിട്ട ഞാൻ എന്തിനിവനെ ഞാൻ ഇതാക്കണം? എൻ്റെ ലൈഫിൽ ഒരാൾ വന്നിട്ടുണ്ടോ വന്നിട്ടില്ലയോ, ഇനി ആര് വരുന്നോ, ഇവൻ എന്തിനറിയണം? ഇവൻ കാണിച്ചു കൂട്ടുന്ന പ്രോകൃതം ഞാൻ അതും കൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം വിവരം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ഞാൻ വിളിച്ചു തിരക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ പേരിൽ ഒരിക്കലും എൻ്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ. എൻ്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി എനിക്ക് തെറ്റുപറ്റിപ്പോയതാ ഒരിക്കലും. ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ മകളെ പോലെ, അല്ലെങ്കിൽ ഫിറോസിൻ്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ, എൻ്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. കേട്ടല്ലോ, ഇത്രയും ഡയലോഗ് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഫിറോസ് ഖാൻ നിലവിലൊന്നും മിണ്ടുന്നില്ല. കാര്യം എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന് മിണ്ടാൻ പറ്റില്ല. കാര്യം നിലവിൽ അവർ തമ്മിൽ ഡിവോഴ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതുകൊണ്ടായിരിക്കും പുള്ളി മിണ്ടായിരിക്കുന്നത്. അല്ല പുള്ളിയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ സംസാരിക്കേണ്ടിയിരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പുള്ളി വന്ന് പറയേണ്ട കാര്യങ്ങൾ മുഖത്തോക്കി ഒന്ന് തന്നെ സംസാരിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ആരായി കഴിഞ്ഞാലും. എന്തായാലും ഈ വിഷയത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇവർ ത്രെട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ഈ ഒരു വിഷയം സ്റ്റാർട്ട് ചെയ്ത സമയത്തെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള. പിന്നെ പറയുന്നുണ്ടായിരുന്നു റസൂൽ പൂക്കുട്ടിയെ സംബന്ധിച്ച് എത്ര പൈസ വേണമെങ്കിലും കൊടുക്കും ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പുള്ളി അങ്ങനെ നിൽക്കുവാണ്. പുള്ളിക്ക് പബ്ലിക്കിൻ്റെ ഇടയിൽ വന്ന് സംസാരിക്കാൻ താല്പര്യമില്ല. പുള്ളിയെ പറ്റിയിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ വീഡിയോ ചെയ്യുന്നത് പുള്ളിക്കാരന് ഭയങ്കര രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിയെ വിളിച്ചിട്ട് ഓരോ വട്ടവും ഈ പറയുന്ന സജിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നൊക്കെയുള്ള രീതിയിലൊക്കെയായിരുന്നു ഇവരുടെ ചുറ്റിനുള്ളവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഈ പോസ്റ്റ് കണ്ട സമയത്ത് ഏകദേശം എല്ലാം കൂടെ കണക്റ്റഡ് ആകുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു സത്യം എന്തെങ്കിലും പുറത്ത് വരണമെങ്കിൽ ആ പുള്ളി തന്നെ വന്ന് സംസാരിക്കണം, റസൂൽ പൂക്കുട്ടി തന്നെ വന്ന് സംസാരിക്കണം. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് ഒരിക്കലും പറയത്തില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും.